അയില ക്ലീൻ ചെയ്യണമെന്നൊന്നും വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല, വളരെ സിമ്പിളാണ്. അതായത് വാല് ഇങ്ങനെ മുറിക്കുക, പിന്നെ ഇത് ഇവിടുത്തെ അങ്ങോട്ട് വെട്ടിക്കളയുക, പിന്നെ ഇത് ഇവിടെ കുറച്ച് മുള്ളുണ്ട് അതങ്ങോട്ട് വെട്ടുക, പിന്നെ ഇത് ഇവിടുത്തെ ഒരു മുള്ളുണ്ട് അത് വെട്ടുക, പിന്നെ ഇത് ഇവിടെ ഒരു സാധനമുണ്ട് അതങ്ങ് വെട്ടുക, പിന്നെ ഇത് ഇവിടെ ഒരു സാധനമുണ്ട് അത് വെട്ടാം. അപ്പോൾ ഈ അയിലയുടെ എല്ലാ ഭാഗവും പിന്നെ ഇത് ഇവിടെ ഒരു സാധനമുണ്ട് അതും വെട്ടാം. അപ്പോൾ അയിലയുടെ അത്യാവശ്യം എല്ലായിടത്തും കഴിഞ്ഞില്ലേ. പിന്നെ ഈ ഫ്രണ്ട് ഭാഗം കണ്ട, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്നാൽ നമുക്ക് ഇതിവിടെ വരെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. മുന്നിക്ക് തന്നെ ഈ സാധനങ്ങൾ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് അയിലയുടെ എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് തുറന്നിട്ട് അയിലയുടെ ചെകിള നമ്മളിങ്ങനെ പറിച്ചിങ്ങനെ എടുക്കാം. കണ്ട ചെകിള പറിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇതിൻ്റെ കുടലൊക്കെ ഇങ്ങോട്ട് പുറത്തോട്ട് വരും. സിമ്പിൾ പരിപാടിയുള്ളൂ. ഉണ്ടോ ഈ കുടലും സാധനങ്ങളൊക്കെ വലിച്ച് പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് കഴുകി എടുക്കുക. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമ്മളിന്ന് അയല കൊണ്ടിട്ട് ഫിഷ് മോളി എന്ന് പറയാം, പക്ഷെ വറുത്തിട്ട് കറി വെക്കുന്നൊരു പരിപാടി ഉണ്ട്, തേങ്ങാപ്പാൽ ഒഴിച്ച്. അതാണ് ചെയ്യാൻ പോണം. അപ്പോൾ എല്ലാവർക്കും OMKV കുക്കിങ്ങിലേക്ക് നമസ്കാരം. ഞാൻ ഉണ്ണി ജോർജ്. വെൽക്കം ടു OMKV കുക്കിംഗ്. ഇത്ര ഉള്ളു പരിപാടി. നൈസായിട്ടൊരു 3 വര വീതം ഇടുന്നുണ്ട്. അയിലക്ക് സ്വർണത്തിൻ്റെ വില, പക്ഷെ അയില തിന്നണമെങ്കിൽ അയില തന്നെ മേടിക്കണം. ഓക്കെ, അയില നമ്മളെല്ലാം വരഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ആദ്യം വറുക്കാനുള്ള പരിപാടി നോക്കണം. ഇതെല്ലാം വറുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കറി വെക്കണം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുന്നുണ്ട്, കുറച്ച് മുളക് പൊടി. അപ്പോൾ മുളക് പൊടി കുറച്ച് അധികം വേണം. അപ്പോൾ നമ്മൾ മീൻ വറുക്കാനായിട്ട് കുറച്ച് സാറാസിൻ്റെ ഫിഷ് മസാല ചേർക്കുന്നുണ്ട്. മീൻ വറുക്കുമ്പോൾ ഫിഷ് മസാല ചേർത്താൽ നല്ലതാണ്, പ്രത്യേക ടേസ്റ്റ് കിട്ടും. കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ നമ്മുടെ സാറാസിൻ്റെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു 2 നാരങ്ങയും കൂടി പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് അവസാനം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ അയിലയുടെ പുറത്തേക്ക് പുരട്ടാം. അപ്പോൾ നമ്മുടെ അയിലയിൽ നമ്മൾ മസാലയൊക്കെ പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവന് ഇനി ഇതെടുത്ത് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് മസാല ബാക്കിയുണ്ട്, അത് നമ്മൾ കറി വെക്കുമ്പോൾ ഇടാം. ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. വറുക്കാനായിട്ട് അത്യാവശ്യം എണ്ണ വേണ്ടി വരും. എണ്ണ തിളച്ച് വരുന്നുണ്ട്. ഓക്കെ, കുറച്ച് വേപ്പിലിട്ട് നമ്മുടെ അയില അങ്ങോട്ട് വെക്കണ പൊരിക്കാൻ. അധികം എണ്ണ തിളച്ച് പോയി കഴിഞ്ഞാൽ വെക്കുമ്പോൾ തന്നെ മീൻ കരിഞ്ഞു. അതെടുത്തോ. മീനാണാ? മീനൊന്ന് പതുക്കെ മറിച്ചിടുന്നതാണ്. അപ്പോൾ
അപ്പോൾ നമ്മുടെ അയില അത്യാവശ്യം മുരിഞ്ഞിട്ടുണ്ട്, ഭയങ്കരമായിട്ട് മൊരിച്ച് കരിച്ച് കളയുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കണേ കേട്ടോ. വാഴയിലാട്ടം കൂടെ വെക്കാം. ആഹാ, അടിപൊളി. അപ്പോൾ കൈയോടെ തന്നെ നമ്മൾ അടുത്ത മീനിനെ കൂടെ അങ്ങോട്ട് ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അവസാനത്തെ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. സമയം പോയി, സംഭവം നമ്മൾ റെഡിയാക്കി വന്നപ്പോൾ സമയം പോയി. നല്ലോണം അത്യാവശ്യം മുരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കറിയാക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ആദ്യം കുറച്ച് സവാള ഇടുന്നുണ്ട്, കുറച്ച് ഉപ്പിടുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട്. ഇത് ചതച്ചതല്ല, നമ്മൾ അരിഞ്ഞെടുത്താണ്. കുറച്ച് പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. സവാളയും ഇഞ്ചിയൊക്കെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വേപ്പിലയും കൂടി ഇടുന്നതാണ്. അപ്പോൾ അതെ, നമ്മുടെ മസാല, മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത മസാലയാണ്. അപ്പം അത് ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങാപ്പാൽ, അതായത് 2ാം പാൽ ഒഴിക്കുന്നുണ്ട്. കുറച്ച് തക്കാളിയും കൂടി നമ്മൾ ഇടുന്നുണ്ട്. തക്കാളി നൈസായിട്ടൊന്ന് റെഡിയായി വന്നാൽ മതി. അപ്പോൾ ആ ഒരു പുളിയും കിട്ടും നല്ലപോലെ. അപ്പോൾ അതെ, നമ്മളെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അയില അങ്ങോട്ട് ഇടുന്നുണ്ട. ഇതിലെല്ലാം നല്ല വടി പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതേ, നമ്മൾ അവസാനമായിട്ട് കുറച്ച് തലപ്പാലും കൂടി ഒഴിക്കുന്നുണ്ട്. തലപ്പാലും കൂടി ഇങ്ങോട്ട് ഒഴിച്ചിട്ട് അവനൊന്ന് ചൂടാക്കി എടുത്താൽ നമ്മുടെ കറി റെഡിയാണ്ട. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ സംഭവം റെഡിയാണ്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് കഴിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു മീൻ ഇങ്ങോട്ട് എടുക്കണേ കേട്ടോ. അയില നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ തേങ്ങാപ്പാൽ ഇതുണ്ട്, നല്ല കുറുക്കായിട്ട് വന്നിട്ടുണ്ട്. അത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കാം. കഴിക്കാം. അടിപൊളിയായിട്ടുണ്ട്.
ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. നമ്മുടെ ജോർജിയറിന്റെ ബ്രെഡാ, അടിപൊളി ബ്രെഡാ, നമ്മളെ സൂപ്പറായിട്ടുണ്ട്. ആ ഗ്രേവി നല്ല സൂപ്പറായിട്ടുണ്ട്. എടാ ഇതിന് ഇത്തിരി ഉപ്പുണ്ടാന്ന് നോക്കി, ഇതിന് ഉപ്പ് കുറവുണ്ടോ? ആ എനിക്ക് തോന്നുന്നു ഇതിന് ഇത്തിരി ഉപ്പ് കുറവുണ്ട് മീൻ വറുത്തതിന്, എന്നാലും സൂപ്പറാ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാൻ വരെ അയില വറുത്ത് കറി വെച്ചത്, പാല് കറി എന്നും പറയും.